എല്ലാവർക്കും യുഇ ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു രസമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രസക്കൂട്ടാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചധികം ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. നമ്മൾക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൂട്ടെടുത്ത് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് കടുക് താളിക്കുക കൂടെ വേണ്ട. പിന്നീട് കടുക് താളിക്കാണ്ട് തന്നെ നമ്മളിതെല്ലാം ചെയ്തിട്ടാവും ഈ രസക്കൂട്ടുണ്ടാക്കി വെക്കുക. കടുക് പോലും താളിക്കേണ്ട. പിന്നീട് നമ്മൾ ഈ രസക്കൂട്ടെടുത്ത് വെച്ചാൽ മതിയാവും. ഒന്ന് കലക്കി പുളിവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതിയാവും ആ രസക്കൂട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കണം. തക്കാളി അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മളിത് തക്കാളിയും ഒന്ന് പേസ്റ്റാക്കി വെളുത്തുള്ളിയും കുരുമുളകും ചതച്ച് ഇതെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കുരുമുളകും ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ആവണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ചതച്ചെടുത്തതാണ്. ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് പോലല്ല, അല്ലാണ്ട് ഇതിനെ ഇടയ്ക്ക് അല്പം ചെറിയ ചെറിയ തരികളുണ്ടാവും. അങ്ങനെ നമ്മൾ ആക്കിയെടുത്തിട്ടുള്ള തക്കാളിയാണിത്. എന്നിട്ട് ഇത് എന്നിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ഇതങ്ങെല്ലാം അങ്ങോട്ട് മാറിയിരിക്കട്ടെ. നമുക്കിനി ആ രസത്തിൻ്റെ കൂട്ടിലേക്ക് കിടക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് നന്നായി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ട് ചൂടായ ചട്ടി നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കടുകിടാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷമേ കടുകിടാവൂ, അല്ലെങ്കിൽ പിന്നെ കടുക് പൊട്ടത്തില്ല. അതുകൊണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം കടുകിട്ടാൽ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കടുകിടണം. കടുകിട്ട് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വറ്റൽമുളക് ഇടാം. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇപ്പോൾ താളിക്കുന്നത് തന്നെ നമ്മൾ ഇനിയിട്ട് താളിക്കേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അതനുസരിച്ചുള്ള എണ്ണയും ഇതൊക്കെ നമ്മൾ ആദ്യം കടുകെല്ലാം നമ്മൾ ആദ്യമേ തന്നെ ഇടേണ്ടി വരും. നമ്മൾ രസക്കൂട്ട് ഉണ്ടാക്കി വെക്കുകയാണല്ലോ, അതുകൊണ്ട് നമ്മൾ എണ്ണയും ഈ കടുകും വറ്റൽമുളകൊക്കെ നമ്മൾ അധികം ദിവസം വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ അന്നേരം തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ഈ ചതച്ച് വെച്ച് വെളുത്തുള്ളി കുരുമുളക് അതങ്ങ് നമ്മളിടുക. ഇത് നന്നായിട്ട് വെള്ളം വറ്റണം. ഇതൊരു ബ്രൗൺ നിറം വരണം. ഇതിൻ്റെ എല്ലാം വെള്ളം വറ്റിയിട്ട്, കാരണം നമ്മുടെ ഈ രസക്കൂട്ട് ചീത്തയാവാൻ പാടില്ല. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാകണം. നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ടിത് വഴണ്ട് നല്ല ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇത്രയും ബ്രൗൺ നിറം നമുക്കാവണം. എന്നെങ്കിൽ നമ്മുടെ രസക്കൂട്ട് ചീത്തയാവേണ്ട നമുക്ക് കുറച്ച് ദിവസം നമുക്ക് വച്ചൊന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന സമയത്തിലുള്ള പാടേ ഉള്ളൂ. പിന്നീട് നമുക്കിത് വലിയ പാടുള്ള കാര്യമല്ല. പെട്ടെന്ന് കുറച്ച് രസക്കൂട്ട് എടുക്കുക, പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക, തിളപ്പിക്കുക. കടുക് പോലും താളിക്കേണ്ട. നമ്മളിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞു കൂട്ടിന് ആവശ്യമായത് നമ്മൾ കുറച്ച് ദിവസത്തിനുള്ള കൂട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ആവശ്യമായ പൊടികൾ നമ്മൾ ഇടണം. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇളക്കി കൊടുത്ത് ഇതിനകത്തേക്ക് നമ്മൾ ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി എരിവിന് ആവശ്യത്തിന് നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇതിനൊരു നിറവും ഒരല്പം മുളകിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് വരണതിന് നമ്മൾ മാത്രമാണ് ഈ മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി, നേരത്തെ ചതച്ച് വെച്ച തക്കാളി ഒന്ന് അരച്ച് വെച്ചിരുന്നല്ലോ, ആ തക്കാളി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഈ തക്കാളി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ നന്നായിട്ട് വെള്ളം വറ്റി, ഈ തക്കാളിയുടെ എല്ലാ വെള്ളവും വറ്റി നമുക്ക് ഇത് നല്ലൊരു ഡ്രൈ ആയിട്ട് ഇത് കിട്ടണം. അതിനുശേഷം എങ്കിലേ നമുക്ക് ഇതെല്ലാം ലൂസായി അതേ പച്ചപ്പിൽ കിടന്നാൽ നമ്മുടെ ഈ രസക്കൂട്ട് വളരെ പെട്ടെന്ന് ചീത്തയായി പോകും. ഇത് ചീത്തയായി പോവാതിരിക്കാനാണ് നമ്മൾ അധിക ദിവസവും
വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കുന്നത്. ഇതായിരുന്നു, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഇപ്പോൾ ഈ ചെയ്യുന്ന തരത്തിലുള്ള പാടേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് അധിക ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ രസം. ഈ കൂട്ടുണ്ടാക്കുന്നതിൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ. ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ആ തക്കാളി നമ്മൾ ഒഴിച്ചതിൻ്റെ വെള്ളമൊക്കെ വന്ന് നമുക്ക് ഈ രസക്കൂട്ട് നമ്മൾ കോരി ഒരു പാത്രത്തിലെടുത്തതിന് ശേഷം ഇത് തണുപ്പിച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അല്ലാതെ നമ്മൾ ചൂടോടുകൂടി ഒന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, അതുപോലെ അടപ്പുള്ള പാത്രത്തിലായിരിക്കണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. തണുത്തതിന് ശേഷം ഒരു അടപ്പുള്ള പാത്രത്തിനകത്താക്കിയിട്ട് വേണം നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ. അപ്പം നമ്മളിതിനകത്തേക്ക് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക. 3/4 സ്പൂണോളം കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കായപ്പൊടി പിന്നീട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കായപ്പൊടിയും വേണ്ട, താളിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. വളരെ സിമ്പിളാണ്. നമ്മൾ കൂട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ 5 മിനിറ്റ് പോലും പാടില്ല. 5 മിനിറ്റ് പോലും വേണ്ട. എനിക്ക് തോന്നുന്നു 3 മിനിറ്റ് പോലും വേണ്ട. കുറച്ച് രസക്കൂട്ട് എടുക്കുക, ഇത്തിരി പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുക, അതൊന്ന് കലക്കിയെടുത്ത് അടുപ്പിൽ വെക്കുക, തിളപ്പിക്കുക. ഇത്ര പാടേ ഉള്ളൂ, വേറെ പാടൊന്നുമില്ല. ഈ രസക്കൂട്ട് ഈ സമയത്ത് ഉണ്ടാക്കുന്ന ആ ഒരു നിമിഷത്തെ കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരു പാടുമില്ല. അത്രയ്ക്ക് സിമ്പിളായ രസക്കൂട്ടാണ്. നമ്മൾ അതിനകത്ത് കുറച്ച് രസക്കൂട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇത് തണുത്ത് കഴിഞ്ഞ് അടപ്പുള്ള ഒരു പാത്രത്തിനകത്താക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. നമുക്ക് കുറച്ചധികം ദിവസം ഉപയോഗിക്കാം. എല്ലാം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ഓഫീസ് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് ഭംഗിയായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് ഇന്നത്തേന് കുറച്ച് രസം മതി ഉണ്ടാവും, കുറച്ച് മധുരസം മതിയല്ലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞങ്ങൾ കുറച്ച് രസക്കൂട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിച്ച് അത് തിളപ്പിച്ചെടുക്കുന്നു. ഞങ്ങൾക്ക് കുറച്ച് രസം മതിയല്ലോ, അതിനകത്തേക്ക് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ പുളിവെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. രസം റെഡിയായി. ഇത്രയും പാടേ ഉള്ളൂ. ഇതിന് വലിയ പാടുമില്ല, ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഒരു അടിപൊളി രസക്കൂട്ടുണ്ടാക്കിയിട്ട് അധികം ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു രസക്കൂട്ട് നമ്മളിത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് തിളച്ച് വരണം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ രസം റെഡിയാവും. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമ്മുടെ രസം തിളച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുക്കുക. അതിൻ്റെ മണം ഇഷ്ടമുള്ളവർ മല്ലിയിലയൊക്കെ വിതറി കൊടുക്കാം. ചിലർക്ക് മല്ലിയിലേൻ്റെ മണം ഇഷ്ടമാകത്തില്ല, അതുകൊണ്ട് മല്ലിയില ഇഷ്ടമുള്ളവർ മാത്രം ഇടുക. കായപ്പൊടിൻ്റെയൊക്കെ മണം വന്നിട്ടുണ്ടാവും, നല്ല മണം വരുന്നുണ്ടാവും. ഇതൊക്കെ ഈ രസം തിളയ്ക്കുമ്പോഴേക്കും ആ കായത്തിൻ്റെയൊക്കെ മണം ഇങ്ങനെ നന്നായിട്ട് വരും. മല്ലിയില താല്പര്യം